നമസ്കാരം. എല്ലാവർക്കും ചെമ്പകം വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാലക്കാട് വിശേഷങ്ങളുടെ ലാസ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരുമെന്ന്. പക്ഷേ ഇതിപ്പോൾ പാലക്കാടൻ വ്ളോഗ്സിൻ്റെ ലാസ്റ്റ് പാർട്ടല്ല കേട്ടോ, 3rd പാർട്ടാണ്. വിശേഷങ്ങൾ ഉടനെ ഒന്നും തീരുന്നില്ല. പാലക്കാട്ടിലെ 2ാം ദിവസമായ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാടിൻ്റെ അഭിമാനമായ കൽപ്പാത്തി എന്ന മനോഹരമായ പൈതൃക ഗ്രാമത്തിലേക്കാണ്. ചില സ്ഥലങ്ങൾ നമ്മളെ വെറും കാണാൻ മാത്രമല്ല, അനുഭവിക്കാനാണ് ക്ഷണിക്കുന്നത്. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും ഇന്നും അതേപടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണിത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി. തലമുറകളായി ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരവും ജീവിത രീതിയും ഇന്നും ഈ ഗ്രാമത്തിൻ്റെ ആത്മാവായി തുടരുന്നു. കൽപ്പാത്തി എന്ന പേര് വന്നത് ഇവിടെ ഒഴുകുന്ന കൽപ്പാത്തി പുഴയിൽ നിന്നാണെന്നാണ് വിശ്വാസം. ഈ പുഴയും ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ്. മഴക്കാലത്ത് ഈ പ്രദേശം കൂടുതൽ മനോഹരമാകുന്നു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നത് വേനൽക്കാല സമയമാണ്. പൊരി വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. പുറത്തോട്ടൊന്നും നോക്കാൻ മേലാത്ത വെയിലായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോഴും കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 8 മണി 8:30 ആ ടൈമിലാണ് ഞങ്ങളിവിടെ വരുന്നത്. ഈ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും പഴയ കാലത്തിൻ്റെ കഥകൾ കേൾക്കുന്നത് പോലെ തോന്നും. ഓടിട്ട മേൽക്കൂരകളുള്ള വീടുകൾ, മരത്തിൽ തീർത്ത വാതിലുകൾ, ശാന്തമായ അന്തരീക്ഷം എല്ലാം വേറിട്ടൊരനുഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ് ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ഭക്തിയും പാരമ്പര്യവും ഒരുമിക്കുന്ന ഈ ക്ഷേത്രം കൽപ്പാത്തിയുടെ പ്രധാന ആകർഷണമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഓരോ വഴിക്കും ഓരോ കാഴ്ചയ്ക്കും ഒരു ചരിത്രമുണ്ട്. കൽപ്പാത്തി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രശസ്തമായ രഥോത്സവമാണ്. ഓരോ വർഷവും അലങ്കരിച്ച മഹാരഥങ്ങൾ ഗ്രാമവീഥികളിലൂടെ നീങ്ങുമ്പോൾ ആയിരക്കണക്കിന് ഭക്തർ ആ കാഴ്ച കാണാൻ എത്തിച്ചേരുന്നു. വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആഘോഷമായി ആ ഉത്സവം മാറുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൈതൃക ഗ്രാമങ്ങളിലൊന്നായി കൽപ്പാത്തി അറിയപ്പെടുന്നു. സിനിമകളുടെയും ഡോക്യുമെൻ്ററികളുടെയും ചിത്രീകരണത്തിനും ഈ പ്രദേശം പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. കാരണം ഇവിടെ എത്തുമ്പോൾ പഴയകാല കേരളത്തിലേക്ക് തിരികെ പോയൊരനുഭവമാണ് ലഭിക്കുന്നത്. കൽപ്പാത്തിയുടെ സൗന്ദര്യം ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവിടെ വീശുന്ന കാറ്റിനും കൽപ്പാത്തി പുഴയുടെ സാന്നിധ്യവും ഈ ഗ്രാമത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നു. ഇവിടെ എത്തുമ്പോൾ സമയം കുറച്ചു നേരം നിശ്ചലമായതുപോലെ തോന്നാം. ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി മനസ്സിന് സമാധാനം നൽകുന്ന ഒരിടം തന്നെയാണ് കൽപ്പാത്തി. പാലക്കാട് സന്ദർശിക്കുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണിത്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും കൽപ്പാത്തി ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. ഇന്നത്തെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തത് ഞങ്ങൾ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരൂ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇനിയും മനോഹരമായ സ്ഥലങ്ങൾ നമുക്കൊരുമിച്ച് കണ്ടറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.